യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ ഈ ഒരു മാസത്തോളം നമ്മളെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു തലമുറകൾക്ക് വേണ്ടി മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ, മക്കൾ മാതാപിതാക്കൾക്ക് ഒരു കിരീടമായി, ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ബൈബിൾ പറയുന്നതനുസരിച്ച് വിതയക്കുന്നതൊരു വിത്താണെങ്കിലും കൊയ്യുന്നത് ഒരു വിത്തുകളായിരിക്കും. നീ വിതയക്കുന്നത് കൊയ്യും എന്നാണ് പ്രാർത്ഥനയിൽ വിതച്ചത്. സന്തോഷത്തോടെ കൊയ്യാൻ, ആ അനുഗ്രഹം അനുഭവിക്കാൻ ഇടവരും. ലക്ഷക്കണക്കിന് മാതാപിതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളുടെ പേരുകൾ അവരുടെ ഭവനങ്ങളിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളെയും ഓർത്താണ് മനസ്സിൽ, നിങ്ങളെ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. ഇന്ന് സമാപന ദിവസം. പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരുമിച്ച് അധ്വാനിക്കുന്നതും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതും ഒരു വലിയ നന്മയാണ്. നമ്മൾ പ്രാർത്ഥനയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് എവിടെയായിരുന്നാലും മനസ്സുകൊണ്ട് ഐക്യത്തിൽ പ്രാർത്ഥിക്കുവാണ് തേനുണ്ടാകുന്നത്. ഒരു കൂട്ടം തേനീച്ചകളുടെ അധ്വാനമാണ് ഏറ്റവും മധുരമുള്ള ഔഷധഗുണമുള്ള ഹണി തേനുണ്ടാകുന്നത്. ഒരു കൂട്ടം ഈച്ചകൾ പലതരത്തിലുള്ള പൂക്കളിലേക്ക് രാവിലെ തൊട്ട് സന്ധ്യ ആകുന്നവരെ മടിയില്ലാതെ അധ്വാനമാണ്. ആ അധ്വാനത്തിൻ്റെ റിസൾട്ടാണ് മധുരമുള്ള ഔഷധഗുണമുള്ള തേൻ. ഇതുപോലെ നമ്മൾ ഒരുപാട് മനുഷ്യർ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഒരു മനസ്സോടെ നിന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, ഒരു നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഔഷധഗുണമുള്ള മധുരമുള്ള തേൻ ഉണ്ടാകുന്നതുപോലെ മധുരമുള്ള അനുഭവങ്ങളും മധുരമുള്ള കാര്യങ്ങളും നന്മയുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാൻ തുടങ്ങും. പഴിചാരിയാൽ പരിഹാരമാകില്ല, പരിഹസിച്ചുകൊണ്ടിരുന്നാൽ പരിഹാരമാകില്ല, പ്രാഗികൊണ്ടിരുന്നാൽ പരിഹാരമാകില്ല, എന്നാൽ അതിന് പകരമായില്ല. എന്നാൽ പകരമായി ആ വിഷയത്തെ ദൈവസന്നിധിയിലെത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ ആ പ്രശ്നം ഏതായാലും അതിന് പരിഹാരമുണ്ടാകും. അവിടെ ദൈവ വെളിച്ചം വരും, അവിടെ ദൈവീക ഇടപെടലുകളുണ്ടാകും. ഇന്ന് പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ, ഈ വചനം നമ്മൾ കേൾക്കുകയാണ്. 1 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ്. 1 ദിനവൃത്താന്തം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കേട്ടോ. ആ വാക്യം: ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ, ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും മാത്രമല്ല, അവിടുത്തോട് പ്രാർത്ഥിക്കുക, വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്തപ്പോൾ, അപ്പോൾ എപ്പോൾ വിശ്വാസമർപ്പിച്ചു, പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. 2 കാര്യങ്ങൾ ചെയ്തപ്പോൾ ദൈവം അവരുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ തുടങ്ങി. വിശ്വാസമർപ്പിച്ചപ്പോൾ, ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ പ്രാർത്ഥന കേട്ടു. ഇനി അടുത്ത ഭാഗം ഇങ്ങനെയാണ്: ആ സഹായത്താൽ ഏതു സഹായത്താൽ? ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കിട്ടിയ ഒരു സഹായമുണ്ട്. സഹായം. അപ്പോൾ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായമാണ് കിട്ടുന്നത്. ദൈവം നിങ്ങളെ സഹായിക്കും. പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, പരീക്ഷയ്ക്കൊരുങ്ങുന്നവർ, വിവിധ പരീക്ഷകൾക്കൊരുങ്ങുന്നവർ എല്ലാവരും കേൾക്കുക. നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നന്നായി പരീക്ഷ എഴുതാൻ ജയിക്കാൻ മുന്നോട്ടു പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ആ സഹായത്താൽ എപ്പോഴാണ് ആ സഹായം കിട്ടിയത് എന്നാണ് ഏറ്റവും പ്രാധാന്യം. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചപ്പോൾ, മടിപിടിച്ചിരുന്നപ്പോഴോ കൈകെട്ടിയിരുന്നപ്പോഴോ അധ്വാനിക്കാതിരുന്നപ്പോഴോ അല്ല പ്രിയപ്പെട്ടവരെ. മടിപിടിച്ചിരിക്കുന്ന ഒരാളെ ദൈവം സഹായിക്കില്ല. അലസമായി ഏയിരിക്കുന്ന ഒരാളെ ദൈവം സഹായിക്കത്തില്ല. നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാകുമ്പോൾ, നമ്മൾ പരിശ്രമിക്കാൻ തയ്യാറാകുമ്പോൾ, ഒപ്പം നമ്മുടെ വിശ്വാസവും പ്രാർത്ഥനയും ഒപ്പം വരുമ്പോൾ ആ വ്യക്തിയെ, ആ കുടുംബത്തെ സർവശക്തനായ ദൈവം സഹായിക്കാൻ തുടങ്ങും. ഈ ഒരു മാസം എന്തിനാ പ്രാർത്ഥിച്ചത്? ഉപവാസമെടുത്ത് എന്തിനാ പ്രാർത്ഥിച്ചത്? ഒരു തലമുറയ്ക്ക് ദൈവത്തിൻ്റെ വലിയ സഹായം കിട്ടണമെന്ന നിയോഗത്തോടെയാണ്. കേവലം മാർക്ക് മാത്രമല്ല മുന്നിൽ കണ്ടത്. നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല ഭാവി, നല്ല ജീവിതം. മാതാപിതാക്കൾക്ക് മക്കൾ കിരീടമാകണമെന്ന്. ആദ്യ വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ ആരാധനയിൽ ഈ മാസം മുഴുവൻ കിട്ടിയ മുഴുവൻ നിയോഗങ്ങളെയും കൈകളിലെടുത്തു പിടിച്ചു പ്രാർത്ഥിക്കും. ഈ അൽത്താരയിൽ കൊണ്ടുവന്നതിന് പ്രാർത്ഥിക്കും. ഈ ഒരു മാസം പ്രാർത്ഥനയിൽ പങ്കെടുത്തവരെ ഞങ്ങൾ ഓർക്കും.
ഇന്നത്തെ ആരാധനയിൽ വിശുദ്ധ ബലിയിൽ ആ നിയോഗങ്ങളെ മുഴുവൻ എടുത്തു വെച്ച് പ്രാർത്ഥിക്കും. ആ നിയോഗങ്ങളെ മുഴുവൻ ഇവിടെ ചേർത്ത് വായിക്കും. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഇവിടെ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ആ സഹായം പ്രാർത്ഥിക്കുന്നവനെ ദൈവം സഹായിക്കും. നിങ്ങൾ ഏതെങ്കിലും പ്രയാസത്തിലാണോ, പ്രതിസന്ധിയിലാണോ, കടബാധ്യതയിലാണോ, രോഗത്തിലാണോ? പ്രാഗിക്കൊണ്ടിരുന്നാൽ പരിഹാരമാകില്ല. പരിഹസിച്ചുകൊണ്ടിരുന്നാൽ പരിഹാരമാകില്ല. പിന്നെയോ പഴിചാരിക്കൊണ്ടിരുന്നാൽ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല, എന്തിന് പ്രാർത്ഥന, എനിക്ക് ഇന്നുവരെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പഴിചാരിക്കൊണ്ടിരുന്നാൽ, പ്രാഗിക്കൊണ്ടിരുന്നാൽ, പരിഹസിച്ചു കൊണ്ടിരുന്നാൽ പരിഹാരമാകില്ല. എന്നാൽ ദൈവത്തിൽ വിളിച്ച് അപേക്ഷിക്കാനും പ്രാർത്ഥിക്കാനും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കാനും തയ്യാറായാൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പരിഹാരമാകും. ആ പ്രശ്നത്തിന് പരിഹാരമാകും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്. വില കൊടുത്തല്ലേ നമ്മൾ പ്രാർത്ഥിച്ചത്? എത്രായിരം മനുഷ്യരാണ് എഴുത്തെഴുതി വിദൂരങ്ങളിൽ നിന്ന് പോലും അയച്ചത്. ഇന്നത്തെ കാലത്ത് എഴുത്തെഴുതുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്. പോസ്റ്റ് ഓഫീസിൽ നിന്ന് പോസ്റ്റ്മാൻ സാർ പറഞ്ഞു, ഇത്രയും എഴുത്തുകൾ, ഇത്തിരി എഴുത്തുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു. എത്ര പേരെ എഴുത്തത്? എഴുതിയത് ഒരെഴുത്തുപോലും കളഞ്ഞിട്ടില്ല കേട്ടോ. അതെല്ലാം പൊട്ടിച്ചു വായിച്ചു പറ്റാവുന്ന അത്രയും മറുപടി അയച്ച ഉണ്ടായിരിക്കുന്നത്. ആ സഹായത്താൽ അടുത്ത ഭാഗം എഴുതിയിട്ടുണ്ട്. അവർ ഹഗ്രിയായരുടെയും കൂട്ടാളികളുടെയും മേൽ വിജയം വരിച്ചു. എപ്പോഴാ വിജയം വരിച്ചത്? കൈക്കരുത്തുകൊണ്ട്, ആയുധബലം കൊണ്ട്, ആൾ സ്വാധീനം കൊണ്ട്, ഒന്നും. അതൊക്കെ ഒരു കാരണമാകാം. പക്ഷേ ഏറ്റവും കൂടുതൽ ലഭിച്ചത് പ്രാർത്ഥനയിൽ കിട്ടിയൊരു സഹായമാണ്. ഈ അനുഗ്രഹ ആലയത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് മനുഷ്യരുടെ സഹായമല്ല. നിങ്ങൾ ഈ പ്രാർത്ഥന ഓൺലൈനിലൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ആരുടെയെങ്കിലും ഒരു സഹായമല്ല. സർവശക്തനായ ദൈവത്തിൻ്റെ, ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഹായം. ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കും? ആ കാര്യം എങ്ങനെ നേടിയെടുക്കും? ആ പരീക്ഷ ഞാൻ എങ്ങനെ പാസ്സാകും? ആ രാജ്യത്ത് ഞാൻ എങ്ങനെ പോകും? ഈ ജോലി എനിക്ക് എങ്ങനെ കിട്ടും? എൻ്റെ ഈ കടബാധ്യത എങ്ങനെ മാറും? എൻ്റെ ഈ രോഗസൗഖ്യമാകുമോ? എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കും? അവർക്കൊരു തലമുറകളെ ദൈവം കൊടുക്കുമോ? ഈ സ്ഥലം വിൽക്കാൻ പറ്റുമോ? ഒരു വീട് സ്ഥലവും മേടിക്കാൻ പറ്റുമോ? 100 ആവശ്യങ്ങൾ, 100 കാര്യങ്ങൾ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം കിട്ടും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സഹായം കിട്ടും. ആ സഹായത്താൽ നിങ്ങൾ ആ കാര്യത്തിൻ്റെ മേൽ വിജയം വരിച്ചു. എന്നാ എഴുതിയിരിക്കുന്നത്? വിജയം വരിച്ചു. വിജയം കിട്ടുമായിരിക്കും, ചിലപ്പോൾ വിജയിക്കുമായിരിക്കും. ഒന്ന് നോക്കിക്കളയാം. പരീക്ഷിക്കാൻ കിട്ടിയാൽ കിട്ടട്ടെ, പോയാൽ പോട്ടെ എന്നല്ല എഴുതിയിരിക്കുന്നത്. വാക്കിൻ്റെ ആ സ്ട്രക്ചർ ശ്രദ്ധിക്കുക. വിജയം വരിച്ചു, വിജയം ലഭിച്ചു എന്നാണ് ഇന്ന് പ്രാർത്ഥിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഈ ഒരു മാസക്കാലം കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരാ പങ്കെടുത്തത്. ഓരോ ദിവസത്തെയും ഡെയിലി ബ്ലെസ്സിങ് വ്യൂവേഴ്സിൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം എത്ര ലക്ഷം ആളുകളാണ് പങ്കെടുത്തതെന്ന്. ഞങ്ങൾ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കാൻ മനസ്സ് കാണിച്ചല്ലോ. ഏകദേശം 1,00,000-ഓളം ആളുകൾ 5:30 തന്നെ എഴുന്നേറ്റിരുന്ന് വചനം കേട്ടു. ആ സമയത്ത് തന്നെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ നിങ്ങളോടുള്ള സ്നേഹവും പ്രാർത്ഥനയും ബഹുമാനവും അറിയിക്കുകയാണ്. ആ നല്ല മനസ്സിനെ ഓർത്ത് പ്രിയപ്പെട്ടവരെ, ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ശുശ്രൂഷകളിലൊന്നാണ് ദൈവവചന ശുശ്രൂഷ. കാരണം ആദിയിൽ വചനം ദൈവത്തോടുകൂടെ, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ദൈവത്തെ തന്നെയാണ് നമ്മൾ അനേകരുടെ ജീവിതങ്ങളിൽ എത്തിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഈ ആലയത്തിൽ ലഭിച്ച എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുത്ത ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളും ഈ ശുശ്രൂഷയൊക്കെ പ്രാർത്ഥനയൊക്കെ കൂടിയല്ല, അതിൻ്റെ സ്നേഹവും നന്ദിയും ബഹുമാനവും പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങളുടെ ഭാവിയിൽ അതൊരു അനുഗ്രഹമാകും. പ്രിയപ്പെട്ടവരെല്ലാവരും, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. കർത്താവെ, ഈ ഒരു മാസക്കാലവും അവസാനത്തെ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്കൊരുമിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹമുള്ള സ്ഥലത്ത് പ്രാർത്ഥനയിൽ ലഭിച്ചിട്ടുള്ള സകല നിയോഗവോളങ്ങളെയും സകല കുഞ്ഞുങ്ങളുടെ പേരുകളെയും പഠിക്കാൻ, ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ പഠിക്കാൻ,
കുറവുള്ള മക്കൾ, നന്നായി പഠിക്കുന്നവർ, പലതര ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്നവർ, എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ, ഓർമ്മശക്തി കുറഞ്ഞവർ, സകലരെയും ഞങ്ങൾ ഓർക്കുന്നു. ഓട്ടിസം പോലുള്ള ചില അസ്വസ്ഥതകളുള്ള കുഞ്ഞുങ്ങൾ, ഞങ്ങളെല്ലാവരെയും ഓർക്കുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ, രോഗബാധിതരായി ഹോസ്പിറ്റലിലൂടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, സകലരെയും ഞങ്ങൾ ഓർക്കുന്നു. ആ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഓർത്തിവിടെ അനുഗ്രഹയിൽ ലഭിച്ച നിയോഗം മാത്രമല്ല, ലക്ഷക്കണക്കിന് ആളുകൾ കുഞ്ഞുങ്ങളുടെ പേരുകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, കുടുംബങ്ങളിലൊക്കെ. അവർക്ക് വരാനോ ഒന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങളവരെ ഒന്നു ചേർന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാർത്ഥനയും വെറുതെയാക്കില്ല. ഈ മാസം പ്രാർത്ഥിച്ച പ്രാർത്ഥന, ദൈവമേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സാഹചര്യത്തെ, തലമുറയെ, ഞങ്ങളുടെ എല്ലാ വിഷയ പഠിക്കാനുള്ള കാര്യങ്ങളെ, പരീക്ഷ, ഇൻ്റർവ്യൂ, വിവിധ ഭാഷകൾ പഠിക്കുന്നവർ, നഴ്സിംഗ് പഠിക്കുന്നവർ, മെഡിസിൻ പഠിക്കുന്നവർ എന്നിങ്ങനെ വിവിധതരം കോഴ്സുകൾ പഠിക്കുന്ന സകലരെയും ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. വൈദിക വിദ്യാർത്ഥികളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. സിസ്റ്റേഴ്സാകാൻ പഠിക്കുന്നവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വിവിധ പരീക്ഷകൾക്കൊരുങ്ങുന്നവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊരു വിജയമുണ്ടാകും. നിങ്ങളെ ദൈവം കൈപിടിച്ചു നടത്തും. നിങ്ങൾക്കൊരു സാക്ഷ്യത്തെ പറയാൻ കഴിയത്തക്ക വിധം ഒരു അനുഭവത്തെ ദൈവം തരും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ മാസം പങ്കെടുത്ത സകലരെയും ഓർക്കുന്നു. ഒരു പുതിയ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം ദൈവം നമ്മെ സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സമ്പത്തും സമാധാനവും ദൈവം തരട്ടെ. ഐശ്വര്യം ദൈവം തരട്ടെ. ഒരു വിജയം നൽകട്ടെ. ഒരു ഉയർച്ച ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഒരു പുതിയ വഴി ദൈവം നിങ്ങൾക്ക് തുറക്കട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും വരിയല്ല കേട്ടോ. ഒരു തിന്മ വരിയല്ല കേട്ടോ. ഒരു അനർത്ഥവും നിങ്ങളുടെ കൂടാരത്തെ തൊടുക പോലും ചെയ്യില്ല കേട്ടോ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം. പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്ന് ആദ്യ വെള്ളിയാഴ്ച. ഇവിടെ കിട്ടിയ മുഴുവൻ നിയോഗങ്ങളെയും പരിശുദ്ധ അൽത്താരയിൽ വെച്ച് പ്രാർത്ഥിക്കും. ദിവ്യകാരുണ്യ പ്രതീക്ഷണത്തിൽ ചേർത്ത് വയ്ക്കും. ഇവിടെ എത്രായിരം മനുഷ്യർ വരുന്നു. അവരുടെ എല്ലാം അനുഗ്രഹമുള്ള കരങ്ങളെ ഉയർത്തി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നാളെ ശനിയാഴ്ച ദിവസം എല്ലാ ദിവസത്തെയും ഡെയിലി ബ്ലെസ്സിങ് കാണുവാൻ പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നാളെയും കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.